പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വലിയ പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവിക ശബ്ദം ഇതാണ്: ശൂന്യത അനുഭവിക്കുന്നവർ. ശൂന്യത അനുഭവിക്കുന്നവർ ജീവിതത്തിന്മേൽ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറയുന്ന പല വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. അതിലൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യത മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. പത്മോസിൽ ഏകനായി കിടക്കുന്ന യോഹന്നാൻ തന്നെ കാണുവാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ, ദീർഘ വർഷങ്ങൾ ദൈവത്തിനു വേണ്ടി നിന്നവനാണ്. ദൈവത്താൽ പ്രയോജനപ്പെട്ടവനാണ്. അനേകരുടെ വിടുതലിന് അവനൊരു മുഖാന്തരമായി തീരുവാനിടയായി. എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്നത് ആർക്കും തന്നെ രക്ഷിക്കുവാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും തന്നെ വിടുവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് ഏകനായി പത്മോസിൽ അവനായിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷം നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതും ഇതേ രീതിയിലായിരിക്കും. ബ്രദറെ, എന്നെ കാണുവാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിനു വേണ്ടി നിന്നു, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടു, ദൈവരാജ്യത്തിൽ ഞാൻ വിതയ്ക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് ഞാൻ ആയിരിക്കുന്നത് എല്ലാം തീർന്ന അനുഭവത്തിൽ ശൂന്യതയുടെ നടുവിലാണ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന നിങ്ങളോട് ഒരുമിച്ച് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ കരസ്പർശനം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ്. എന്റെ ദൈവം ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനാണ്. എന്റെ ദൈവം പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവനാണ്. എന്റെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവമുഖത്തേക്ക് നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ വെച്ച് ഒരു നിമിഷം ആ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് വരവേൽച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദാഹത്തോടും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും ദൈവം സംസാരിക്കുമെന്നുള്ള ഉറപ്പോടൊക്കെ കൂടെയായിട്ടാണ് ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ ഇവർ ഭാഗവാക്കാകുന്നത്. ഇവരെ ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിന്റെ ശൂന്യത ദൈവം എടുത്തു കളയണമേ. പത്മോസ് ലേഖനായിരിക്കുന്ന ആ യോഹന്നാനു വേണ്ടി ദൈവം ഇറങ്ങി വന്നതുപോലെ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഒരാശ്വാസമായി ആ ഒറ്റപ്പെടലിന്റെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ, ആ ഇല്ലായ്മയുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ഇനി എങ്ങോട്ട് നോക്കാനാണ് എന്നുള്ള ചോദ്യത്തോടുകൂടി ആയിരിക്കുന്ന ആ വിഷമഘട്ടത്തിന്റെ നടുവിൽ അങ്ങറങ്ങണമേ. ശത്രുക്ക്, മേശക്ക്, അഭേദനകൾക്ക് വേണ്ടി തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്നതുപോലെ ഇവരുടെ ശൂന്യതയുടെ നടുവിൽ ഇറങ്ങി വന്ന് ആ ശൂന്യത ദൈവം എടുത്തു മാറ്റുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യത മാറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ റെഡി ആവുക. എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 7 മണിക്ക് ചാനലിലൂടെ ശബ്ദമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അനേകർക്കൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായ ഈ ശുശ്രൂഷ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, കാണുന്നതെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിന്മേലും ഒരു മാറ്റത്തിന്, പ്രൈസ് ദി ലോർഡ്, ഒരു വിടുതലിന് കാരണമാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചത് യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 2 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവം യിരെമ്യാവിനോട് പറവാനിടയായി തീർന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങൾ കേൾപ്പിക്കും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണമായ മാറ്റം കൊണ്ടുവരുന്നത്, വിടുതൽ കൊണ്ടുവരുന്നത്, അനുഗ്രഹം കൊണ്ടുവരുന്നത്, ശാപത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിമോചനം നൽകുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്മേൽ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നത് അത് ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ നിങ്ങൾ പൂർണ്ണമായി മുറുകെ പിടിക്കുക. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം കുശവന്റെ കയ്യിൽ അത് ചീത്തയായി പോയി. അടുത്തത് പറയുന്നത്, എന്നാൽ കുശവൻ അതിനെ തനിക്കു തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഈ വചനങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം, എന്റെ ദൈവം നിന്നെ പണിയുന്ന ദൈവമാണ്. എന്റെ ദൈവം നിന്നെ പണിയുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിന്മേൽ നാളുകളായിട്ട് ഒരു പണി പോലും നടക്കാതെ തകർച്ച മാത്രം കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ തകർച്ചയിൽ നിന്ന് ഈ സീസണിൽ എന്റെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കറിയാം, മോവാബിയ സ്ത്രീയായിരുന്ന രൂത്ത്, അവൾ ഒറ്റപ്പെട്ടവളായിരുന്നു. അവളുടെ ജീവിതത്തിന്മേൽ അവൾ അനേക അനർത്ഥം കണ്ടവളാണ്. മരണങ്ങൾ പലത് കണ്ടതാണ്. എന്നാൽ അവൾ അവളുടെ ജീവിതത്തിന്മേൽ ഒരു തീരുമാനമെടുത്തു. അവളുടെ അമ്മായിയമ്മയോടൊപ്പം തന്നെ ബേത്ലഹേമിലേക്ക് അവൾ മടങ്ങി വരുവാനിടയായി തീർന്നു. ആ വരവിൽ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവളുടെ ജീവിതത്തിന്റെ മേൽ ഒരു പണി നടക്കുമെന്ന്, അവളുടെ ജീവിതത്തിന്മേൽ ഒരു മാറ്റം നടക്കുമെന്ന്, അവളുടെ ജീവിതത്തിന്മേൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളോട് പറഞ്ഞത് ഇത് തന്നെയായിരിക്കാം. എന്റെ ജീവിതത്തിന്മേൽ ഇനി ഒരു വിടുതൽ നടക്കുകയില്ല, എന്റെ ജീവിതത്തിന്റെ മേൽ ഇനി ഒരു മാറ്റം നടക്കുകയില്ല, എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു സുഗമമായ ജീവിതം എനിക്ക് ഉണ്ടാകയില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, നിന്റെ ജീവിതത്തിന്റെ മേൽ മാറ്റം സംഭവിക്കും. നിന്റെ ജീവിതത്തിന്റെ മേൽ അഭിവൃദ്ധി ഉണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ മേൽ വിടുതൽ ഉണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ മേൽ ഈ സീസന്റെ മേൽ ദൈവം വർദ്ധനവുകളെ നൽകിത്തരും. നാളുകളായി ഇന്നത്തെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ പറയുന്നത്, നാളുകളായി ബ്രദറെ നിരാശയിൽ കടക്കുകയാണ്. നാളുകളായി എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരു സന്തോഷം പോലും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളെ പറ്റിയുള്ള എൻ്റെ ദൈവത്തിന് ശുഭഭാവിയുണ്ട്, ശുഭഭാവിയുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നിന്നെ തകർത്ത് കളവാനല്ല, അത് നിന്നെ ഇല്ലായ്മ ചെയ്ത് കളവാനല്ല, അത് നിന്നെ നശിപ്പിച്ച് കളവാനല്ല, നിന്നെ പണിതെടുത്ത് മാന്യമായ ഒരു പാത്രമാക്കി തീർക്കുവാനാണ് ദൈവിക പ്ലാൻ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു
ആമേൻ പറഞ്ഞുകൊണ്ട് തന്നെ ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടാകുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത് ദൈവം നിന്നെ പണിയും. 2 ഈ കുശവന്റെ സ്റ്റോറിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തന്റെ കയ്യിൽ താൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ കളിമണ്ണ് ചീത്തയായി പോയി. ആമേൻ. ആ കളിമണ്ണ് ചീത്തയായി പോയി. എന്നാൽ ദൈവം ആ കളിമണ്ണ് ചീത്തയായി എന്ന് വിചാരിച്ച്, കുശവൻ ആ കളിമണ്ണ് ചീത്തയായി എന്ന് വെച്ച് ദൈവം അതിനെ മാറ്റിവെക്കുകയല്ല ചെയ്തത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, രണ്ടാമത് എന്റെ ദൈവം ആ കളിമണ്ണിന് ഒരവസരം നൽകി കൊടുക്കുവാനിടയായി തീർന്നു. 1, ദൈവം നിന്നെ ഈ സീസണിൽ പണിയും. 2, പണിയുന്ന മേഖലകളിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി വിശുദ്ധികൾ നിൽക്കുന്നതിൽ ദൈവിക മാർഗങ്ങളിൽ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മേൽ രണ്ടാമതൊരവസരം ഈ സീസന്റെ മേൽ എന്റെ ദൈവം നിങ്ങൾക്ക് നൽകി തരികയാണ്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിന്റെ മേൽ പ്രാർത്ഥനയുണ്ടായിരുന്നു ബ്രദറെ. ഞാൻ ഉപവസിക്കുന്നവളായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ എന്തു സംഭവിച്ചു? എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതൽ കാണാത്തത് കാരണം ഞാൻ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലാണ് എന്ന് പറയുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവം രണ്ടാമതൊരു ചാൻസ് തരികയാണ്. ദൈവം രണ്ടാമത് ചാൻസ് കൊടുത്ത ഒരുപാട് വ്യക്തികൾ ബൈബിളിലുണ്ട്. പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ തന്റെ പഴയ പണിക്ക് വേണ്ടി കടന്നുപോയ വ്യക്തിയായിരുന്നു. എന്നാൽ യേശു അവന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് യേശു പത്രോസിനോട് ചോദിച്ചു, പത്രോസെ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഊവ് കർത്താവേ. 3 തവണ ചോദിച്ചു. 3 തവണയാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. 3 തവണ അവൻ റീകൺഫസ് ചെയ്യുവാനിടയായി തീർന്നു. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവം അവന്റെ ജീവിതത്തിന്മേൽ രണ്ടാമത് ചാൻസ് കൊടുത്തപ്പോൾ പിന്മാറ്റക്കാരനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും ശക്തനായ റിവൈവലിനെ ഹോൾഡ് ചെയ്യുവാൻ, റിവൈവലിന്റെ മുൻപന്തിയിൽ നിൽക്കുവാൻ ദൈവം പത്രോസിനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഈ സീസണിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, പല കുടുംബങ്ങളുടെ മേൽ ആ സെക്കൻഡ് ചാൻസിന്റെ ദൈവം നൽകി തരികയാണ്. നിന്റെ മക്കളുടെ മേൽ അത് സംഭവിക്കും. നിന്റെ കുടുംബത്തിന്റെ മേൽ അത് സംഭവിക്കും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവം സെക്കൻഡ് ചാൻസിന് നൽകി തരുന്ന ദൈവമാണ്. ദൈവം സെക്കൻഡ് ചാൻസിന് നിന്റെ ജീവിതത്തിന്റെ മേൽ നൽകി തരുമ്പോൾ പഴയതിനേക്കാൾ ഉപരിയായി അധികമായ ദൈവപ്രവൃത്തികൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്ക് കാണുവാൻ പറ്റും. ആമേൻ. ദൈവം പത്രോസിന്റെ പരാജയത്തെ മായിച്ചു. പകരം അവനെ ദൈവം അധികാരത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് നിർത്തുവാനിടയായി തീർന്നു. ദാവീദ് പാപത്തിൽപ്പെട്ടവനായിരുന്നു. തന്റെ ജീവിതത്തിന്റെ മേൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഒരു യോഗ്യത പോലും ഇല്ലാത്ത രീതിയിൽ അവൻ പാപം ചെയ്യുവാനിടയായി തീർന്നു. നമ്മൾക്കറിയാം, അവൻ പാപം ചെയ്തതിന്റെ അനന്തര ഫലമാണ് 51 സങ്കീർത്തനം വരെ. പക്ഷേ അവൻ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ, അവന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവം സെക്കൻഡ് ചാൻസിന് നൽകിക്കൊടുത്ത് പഴയതിനേക്കാൾ ഉപരിയായി എന്റെ ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേൽ ദൈവം ആ സെക്കൻഡ് ചാൻസിനെ നൽകി തരികയാണ്. കുശവൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ, അർത്ഥാൽ സെക്കൻഡ് ചാൻസ് ആണ്, പണിയുവാനിടയായി തീർന്നു.
പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി എനിക്ക് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, ഹല്ലേലൂയ, ഒരു മനുഷ്യനാണ് അത് ചെയ്യുന്നതെങ്കിൽ, ആമേൻ, ചീത്തയായി പോയെങ്കിൽ ആ മനുഷ്യൻ അതിനെ എടുത്തുകൊണ്ട് എറിഞ്ഞു കളയും. ദൈവം ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ മേൽ മിസ്റ്റേക്കുകൾ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ മേൽ നീ അറിയാത്ത പല മേഖലകളിൽ വന്നു ചെന്ന് ചേരുമ്പോൾ, ദൈവം ഒരിക്കലും എറിഞ്ഞു കളയുന്ന ദൈവമല്ല. ദൈവം നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദൈവമാണ്. ഇത് പറയുമ്പോൾ ആത്മാവിൽ ഞാൻ കാണുന്നത് പല കുടുംബങ്ങളുടെ മേൽ ദൈവം വലിയ മാറ്റങ്ങൾ ചെയ്യുകയാണ്. പല കുടുംബങ്ങളുടെ മേൽ ദൈവം വലിയ മാറ്റങ്ങൾ ചെയ്യുകയാണ്. ദൈവം പല കുടുംബങ്ങളുടെ മേൽ വലിയ ദൈവ വിടുതലുകൾ അയക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഈ മെസ്സേജുകൾ, ഈ വിടുതലിൻ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു വലിയൊരു ഭാഗം കൂടിയായി മാറുകയാണ്. ആമേൻ. നാലാമതായി നിങ്ങളുടെ രണ്ടാം പതിപ്പ്, അതായത് സെക്കൻഡ് ചാൻസ് തന്ന് നിങ്ങളുടെ രണ്ടാം പതിപ്പ് വലിയ മഹത്വം വഹിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു രണ്ടാം പതിപ്പ് ദൈവം ചെയ്യുന്നുണ്ട്. ആ രണ്ടാം പതിപ്പ് പഴയതിനേക്കാൾ വലിയ മഹത്വത്തിലേക്ക് ദൈവം എന്നെ ആനയിക്കും. അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. യോസഫിന്റെ ജീവിതത്തിൽ അവൻ കുഴിയിൽ വീണ വ്യക്തിയാണ്. ഒന്നാം പതിപ്പാണ് എല്ലാവരും കാണുന്നത്. കുഴിയിൽ വീണവനാണ്. പോത്തിഫേറിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നവനാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് കാരാഗ്രഹം വരെ പരാജയം കണ്ട വ്യക്തിയാണ് യോസഫ്. എന്നാൽ ദൈവം അവന്റെ ജീവിതത്തിന്മേൽ ഒരു രണ്ടാം പതിപ്പ്, ഒരു രണ്ടാം വേഷൻ, സെക്കൻഡ് വേഷൻ വെച്ചു. ആ കുഴിയിൽ നിന്ന് പിന്നീട് അവൻ കടന്നു പോയത് എവിടേക്കാണെന്ന് അറിയാമോ? രാജകൊട്ടാരത്തിലേക്കാണ്. നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ പ്രവചന ദൂതന് ഞാൻ കൈമാറുകയാണ്. നിന്റെ ജീവിതത്തിന്റെ മേലൊരു ദൈവം ഒരു സെക്കൻഡ് വേഷൻ, രണ്ടാം പതിപ്പ് വെക്കുന്നു. രണ്ടാം പതിപ്പ് എങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ? അത് ഒന്നാമത്തെ ഭാഗം പോലെയല്ലായിരിക്കും. ഒന്നാം ഭാഗം നിനക്ക് കഷ്ടനഷ്ടങ്ങളുടെ കണക്കായിരിക്കും പറയുവാനുള്ളത്. ഒന്നാം ഭാഗം നിനക്ക് പറയാനുള്ളത് കരച്ചിലുകളുടെ സ്റ്റോറി ആയിരിക്കാം. ഒന്നാം ഭാഗം നിനക്ക് പറയാനുള്ളത് എല്ലാവരും വിട്ട് ഏകയായിരിക്കുന്ന അനുഭവമായിരിക്കാം. രണ്ടാം പതിപ്പിന്മേൽ ദൈവകരം കടന്നു വരുമ്പോൾ നിന്നോടുള്ള ദൂതാണ്. നിനക്ക് പറയാനുള്ളത് അത്ഭുതത്തിന്റെ സാക്ഷ്യമായിരിക്കും. എഴുതി വെച്ചോ, അത്ഭുതത്തിന്റെ സാക്ഷ്യം ചില കുടുംബങ്ങൾ പറയുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത്ഭുതത്തിന്റെ സാക്ഷ്യം. മോശയുടെ ജീവിതത്തിന്റെ മേൽ ഒരൊന്നാം പതിപ്പുണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് ഹല്ലേലൂയ ഒറ്റപ്പെട്ടവനായി നാണിച്ച് മരുഭൂമിയിലേക്ക് ഓടിപ്പോയ മോശ, എന്നാൽ ദൈവം അവന്റെ മുമ്പിൽ ഒരു സെക്കൻഡ് ചാൻസ്, ഒരു രണ്ടാം പതിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എവിടെ അവൻ നിന്ദിക്കപ്പെട്ടോ അവരുടെ മുമ്പിൽ ലീഡറായി എന്റെ ദൈവം അവനെ മുൻപന്തിയിൽ നിർത്തി. ഞാൻ ചിലരോട് ദൂത് പറയുകയാണ്, ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ നീ എഴുതി വെച്ചോ, നിന്നെ പലതിന്റെയും മുൻപന്തികൾ ദൈവം കയറ്റി നിർത്തും. രാജകീയമായി അഭിഷേകം ചെയ്ത് അസാധാരണമാകുന്ന രീതിയിൽ ദൈവിക അഭിഷേകത്താൽ ദൈവം ചില വ്യക്തികളെ നിറയ്ക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേലത് സംഭവിക്കുകയാണ്. സംഭവിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബി സ്മോൾ എന്നറിയപ്പെടുന്ന മോളിന്റെ 4th ഫ്ലോറിലുള്ള സിൽവർ ഹാൾ എന്നറിയപ്പെടുന്ന ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വേറൊരു കൂട്ടായ്മയിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ, വേറൊരു ചർച്ചിന്റെ ഭാഗമല്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അവിടെ എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയത് ചെയ്യും. നിങ്ങളോടുള്ള ദൂത്, ഒന്നാം പതിപ്പിൽ നീ കരഞ്ഞെങ്കിൽ രണ്ടാം വേഷം നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അവിടെ ദൈവം നിന്നെ മാനിക്കും, അവിടെ ദൈവം നിന്നെ ഉപയോഗിക്കും, അവിടെ ദൈവം നിന്നെ അസാധാരണമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തും. ഇത് ചിലരോടുള്ള ദൂതാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ.
കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വിടുതൽ ഈ ജനത്തിന് വേണ്ടി ദൈവം അയച്ചിരിക്കുക. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ദൂതിന്റെ എഫക്റ്റ് ഇവരുടെ എല്ലാ മേഖലകളുടെ മേലും ഇവർ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരെ ദൈവം മോൾഡ് ചെയ്യുന്നതിനാൽ, പണിയുന്നതിനാൽ, കുശവന്റെ കയ്യിൽ ഒരു മാനപാത്രമാക്കി ഇവരെ ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം തരുന്നു. യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all.